എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മനോഹരത വന്ദനയുമായിട്ട് ക്ഷേത്രത്തിൽ നിൽക്കുക. ഈ സമയമാണെങ്കിൽ അങ്ങോട്ടേക്ക് കല്യാണിയും ജുവാനയും നിഷയും ഒക്കെ വന്നു. അവരെ കണ്ട പാടെ തന്നെ മനു ശരിക്കങ്ങ് പേടിച്ചു കേട്ടോ. ഈശ്വര, ഇത് എന്താ ഇത്, എല്ലാം കൂടി ഈ അമ്പലത്തിലേക്കാണല്ലോ കെട്ടിയെടുക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വന്ദനയോട് പറഞ്ഞു, ആ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എൻ്റെ അമ്മാവൻ്റെ മക്കളാണ്, അതുകൊണ്ട് ഞാനിവിടെ നിന്ന പ്രശ്നമാവും. പ്രത്യേകിച്ച് മോളും ഞാനും തമ്മിലുള്ള കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അവർക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞ് മനോഹർ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ശരിക്കും ഒരു പൂച്ച എലി എങ്ങനെയാണോ ഇട്ട് തട്ടുന്നത് അതേ കണക്കിനാണ് നമ്മുടെ മനോഹറിനെ കല്യാണിയും അതുപോലെ ഈ പെൺപിള്ളേരൊക്കെ കൂടിയിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനോഹർ അവിടെ ക്ഷേത്രത്തിനകത്തേക്ക് തന്നെ കയറി. ഈശ്വര, എന്നെ കാണാതിരുന്നാ മതി. അവൻ അകത്തോട്ട് പോയതും നമ്മുടെ വന്ദനയുടെ അടുത്ത് വന്നിട്ട് കല്യാണിയും ജുബാനയും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. എവിടെ അവൻ? അവൻ നിങ്ങളെ കണ്ട പാടെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. മിക്കവാറും ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറാതിരുന്ന ഭാഗ്യം. അവൻ ആ ഒരു പേടി വേണം. കുറച്ചു മുമ്പ് അവന്റെ ഭാര്യയും അവന്റെ അമ്മായിയമ്മയും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് നിന്നെ കണ്ടോന്ന് ചോദിക്കുക. എന്നെ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ മനഃപൂർവ്വം പോവാതിരുന്നതാ. അവനെ സരിയു വളഞ്ഞായിരുന്നു. അവനാണെങ്കിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. പിന്നൊന്നും പറയണ്ടല്ലോ, ഇവനെ പോലെയുള്ള ഒരു പെരുങ്കള്ളന് നുണയ്ക്കാണോ പഞ്ഞം? അതെ അതെ, ഞങ്ങൾ എന്തായാലും അകത്തോട്ടൊന്ന് കയറട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണി അവരെയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിനകത്തോട്ട് വരിക. അകത്തോട്ട് വരുന്ന സമയം നമ്മുടെ മനോഹർ വീണ്ടും പോയി ഒരു മൂലയിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുക. അപ്പൊ ഇത് കണ്ടുകൊണ്ട് അവിടെ ആ ഒരു നേരത്തെ വന്ന് നമ്മുടെ മനോഹറിനെ തോണ്ടിയ ആ ചേട്ടൻ പുള്ളി വന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു, അല്ല ഇതെന്താ ഇത്, ഇയാളുടെ ഈ വഴിപാട് തീർന്നില്ലേ? ഇല്ല ചേട്ടാ, അതെ, ഇതൊരു 10 പ്രാവശ്യമെങ്കിലും ചെയ്യണം. ഇന്നത്തെ ദിവസം മൊത്തവും ഞാൻ ഇവിടെ തന്നെ നിന്ന് ഈ വഴിപാട് കംപ്ലീറ്റ് ചെയ്യാന്ന് ആലോചിക്കുന്നത്. ഓരോരോ വട്ടുകള് ഇല്ലാത്ത ആചാരങ്ങളൊക്കെ ചേട്ടനായിട്ട് ഉണ്ടാക്കുകയാണല്ലോ എന്നൊക്കെ ചോദിച്ച് അങ്ങേര് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാ. മനു ആണെങ്കിൽ കല്യാണിയും അതുപോലെ നമ്മുടെ നിഷയും ഒക്കെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് അവര് തൊഴുന്ന കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ദൈവമേ, ഇപ്പൊ അവളുമാര് വലത്തിട്ട് വരും. ഭാഗ്യം വെച്ചാല് മനോഹർ പല ആവർത്തിയും ഇവരുടെ ഒക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണല്ലോ. പക്ഷെ ഇക്കുറി കറക്റ്റായിട്ട് നമ്മുടെ മനു ചെന്നുപെടുന്നത് കല്യാണിയുടെ മുന്നിലേക്കാ. അങ്ങനെ കല്യാണിയെ കണ്ടതും മനോഹറാണെങ്കിൽ നിന്ന് പരുങ്ങാൻ തുടങ്ങി. എന്താടാ നീ ഇവിടെ? അതെ, ഞാൻ വിഷു അല്ലേ, അതുകൊണ്ടൊന്ന് തൊഴുതേക്കാന്ന് വിചാരിച്ചു. അല്ല, സാധാരണ നിന്നോടൊപ്പം നിന്റെ ഭാര്യയെ കാണണമല്ലോ. സരിയു വന്നിട്ടുണ്ടായിരുന്നു. സരിയും എൻ്റെ അമ്മായിയമ്മ ശാരിയും ഒക്കെ ഉണ്ടായിരുന്നു. അവര് തൊഴുതതിന് ശേഷം മടങ്ങിപ്പോയി. പിന്നെ ഞാൻ കുറച്ചുകൂടി ഭക്തിയിലായതുകൊണ്ട് ഒരു തവണ കൂടെ തൊഴുതേക്കാന്ന് വിചാരിച്ചു. ഇവന്റെ ഈ ഒരു സ്വഭാവത്തില് ഒരു മാറ്റവും വന്നു കാണില്ല ചേച്ചി. ഇവൻ ആരെങ്കിലും പെൺപിള്ളേരെ വളയ്ക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇവിടെ നിൽക്കുന്നതെന്ന് ജുബാന പറയുക. അയ്യോ, അങ്ങനെ ദൈവദോഷമൊന്നും പറയല്ലേ. ശരിക്കും പറഞ്ഞാല് ഞാനിപ്പോ ഒരു മാറ്റത്തിന്റെ പാതയില. എനിക്കുണ്ടല്ലോ നല്ല ദൈവവിളിയുണ്ട്. ഒരു കാരണവശാലും ഒരു പെൺപിള്ളേരുടെ ജീവിതവും തൊലയാനായിട്ട് ഇനി ഞാൻ അനുവദിക്കില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതം തൊലച്ച നീ തന്നെയാണോ ഇത് പറയുന്നതെന്ന് നിഷ നമ്മുടെ മനുവിനോട് ചോദിക്കുക. സത്യമായിട്ടും ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. ഞാനേ ആ പഴയ മനോഹരൊന്നും അല്ല. ഞാനിപ്പോൾ പഴയതിനെക്കാട്ടിലും നല്ല സ്വഭാവക്കാരനായി. അല്ലെങ്കിൽ ഈ കല്യാണിയോട് ചോദിച്ചു നോക്ക്. അങ്ങനെ ഉള്ളത് കൊണ്ടാണല്ലോ വീട്ടിൽ നടക്കുന്ന ഓരോ വിശേഷങ്ങളും ഞാൻ കല്യാണിയെ വിളിച്ചറിയിക്കുന്നത്. അപ്പൊ കല്യാണി ചോദിക്കുന്നുണ്ട്, അല്ല എന്തായി? സാധാരണ ഞങ്ങളുടെ വീട്ടില് വിഷുവിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടില് അതിന്റെ അപ്പുറത്ത് ആഘോഷങ്ങൾ നടക്കാറുള്ളതാണല്ലോ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വലിയ സന്തോഷത്തില് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചിട്ടു. നിങ്ങളുടെ വീട്ടില് ആളുവനക്കൊന്നും കണ്ടില്ലല്ലോ. അതെ, അതെന്താണെന്ന് അറിയൂ? ഞാൻ കരയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് സരിയു പറഞ്ഞതാ, ആഘോഷിക്കുകയൊക്കെ ചെയ്യണം മനുവേട്ടാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, കിരണേട്ടൻ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കിടക്കുകയല്ലേ. അപ്പൊ കിരൺ സാർ അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്ത് ഇങ്ങനെ ആഘോഷിക്കുന്നതൊക്കെ മോശമല്ലേ? അങ്ങനെ അപ്പൊ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ നിങ്ങൾ ആഘോഷിക്കാതിരുന്നത്? അയ്യോ, സത്യമായിട്ടും അത് തന്നെയാ സത്യം. അങ്ങനെ നമ്മുടെ മനു ഒരുവിധം ആ കാര്യങ്ങളൊക്കെ പറയുക. അല്ല, അമ്മായിയപ്പൻ എപ്പോ എഴുന്നള്ളൂ എന്നാ പറഞ്ഞത്? പുള്ളിക്കാരൻ രാത്രി വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. സരിയും അമ്മയും ഒക്കെ ഉറക്കൊളിച്ച് കാത്തിരിക്കും. എന്തായാലും ഞാൻ ആ ഭാഗത്തേക്ക് പോവാനേ ഉദ്ദേശിക്കുന്നില്ല. ശരി, നടക്കട്ടെ. അയാളെ എന്നെങ്കിലും അച്ഛൻ്റെ ആൾക്കാർ കണ്ടെത്തുന്നത് വരെ ഉള്ളൂ അയാളുടെ ഈ ഒളിച്ചുകളി. പിന്നെ നിന്നോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്.
ഈ അമ്പലത്തില് പല പെൺപിള്ളേരും വരും, പലരും നല്ല സുന്ദരികളും ആയിരിക്കും. അവരുടെ എങ്ങാനും പിന്നാലെ മണത്ത് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാല് നിന്റെ കാരണക്കുറ്റി പുകയ്ക്കൂടാന്ന് പറഞ്ഞ് കല്യാണി നല്ല ദേഷ്യത്തിൽ പറഞ്ഞു വിടുക. ഏയ് ഇല്ല കല്യാണി, ഒരിക്കലും ഞാനിനി സരയുനെ വിട്ട് ഒരു ജീവിതത്തിലേക്കും പോവില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിനക്ക് ചേരുന്നത് സരയു തന്നെ ആടാന്ന് മറ്റുള്ളവരും പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനോഹർ ഒരുവിധം അവിടുന്ന് എസ്കേപ്പ് ആയിട്ട് വന്ദനയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ വന്ദനയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാലോ. വന്ദന ചോദിച്ചു, എന്താ അവരൊക്കെ ആയിട്ട് നിന്ന് സംസാരിക്കുന്നത് കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കിനും മനു പറഞ്ഞു, എന്റെ പൊന്നു മോളെ ഒന്നും പറയണ്ട, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാല് പല പരിചയക്കാരും പരിചയം പുതുക്കാനായിട്ട് വരും. അവളുമാർക്കൊക്കെ എന്നെ കല്യാണം കഴിക്കണമെന്നുള്ള ഒറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ. നമുക്ക് വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാ. പിന്നീട് ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയുനെയും ശാരീനെയും ഒക്കെയാണ്. അപ്പൊ വീട്ടിലെത്തി വിഷുവിന്റെ ആ ഒരു പരിപാടികളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്താഴത്തേക്കുള്ള ഫുഡ് കൂടി ഉണ്ടാക്കണം. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നത് അത്താഴം കഴിയുമ്പോഴാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അർദ്ധരാത്രി ആയാലും ഭക്ഷണപ്രിയനായിട്ടുള്ള ബഗാസുറിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക നമ്മുടെ സരയു ആണെങ്കിൽ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അച്ഛന് ഇഷ്ടമുള്ള എല്ലാ ഫുഡും ഉണ്ടാക്കണം കേട്ടോ. അച്ഛന്റെ ഇഷ്ടങ്ങളൊക്കെ അമ്മയെക്കാട്ടിലും മറ്റാർക്കാ നന്നായിട്ട് അറിയാവുന്നത്. അതൊക്കെ ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം. പിന്നെ ആഹാരത്തോട് വലിയ താല്പര്യമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അങ്ങേര് എന്ത് കിട്ടിയാലും കഴിച്ചോളും. ജാരിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് സരയനും അറിയാം. അങ്ങനെ അർദ്ധരാത്രി ആവുന്ന സമയമായി നമ്മുടെ അപ്പുറത്തെ വീട്ടില് കിരണും കല്യാണിയും ബഗാസുറിനെ വെയിറ്റ് ചെയ്തിരിക്കുക. കിരണേട്ടാ എങ്ങാനും പ്രശ്നമാകുമോ? കിരണേട്ടനെ എങ്ങാനും അയാൾ കണ്ടുപിടിക്കുവോ? എന്റെ കല്യാണി, അയാൾ ആളെ അറിയാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിക്കോളാം. നീ എന്തായാലും ടെൻഷൻ അടിക്കണ്ട, നീ സമാധാനപരമായിട്ട് ഇരിക്കുക കേട്ടോ. ആ ഒരു വിശ്വാസമൊക്കെ എനിക്കും ഉണ്ട്. പിന്നെ അയാളെങ്ങാനും ആളെ കണ്ടു കഴിഞ്ഞാല് അത് ഓർക്കുമ്പോ ഒരു ടെൻഷനും ഉണ്ട്. നീ വിഷമിക്കണ്ടിരുന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട വിധം ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണിയെ ആശ്വസിപ്പിക്കുക. അപ്പൊ തന്നെ നമ്മുടെ മനോഹറിന്റെ മെസ്സേജ് വന്നു, ആളിവിടെ എത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ബഗാസുരൻ പാത്തും പതുങ്ങിയും ഒക്കെ സരയുനെയും അതുപോലെ ശാരിയും കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വരിക. ഈ സമയം കറക്റ്റായിട്ട് കിരൺ അവിടെ മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒളിച്ചും പാത്തും വരുന്ന ബഗാസുരന്റെ പുറം നോക്കി ആദ്യത്തെ അടി നമ്മുടെ കിരൺ കൊടുത്തു. അതിനുശേഷമാണെങ്കിലോ തലമുണ്ട നോക്കി നല്ല ഒരു അടിയും കൂടി കൊടുത്തു. അങ്ങനെ അടി കൊണ്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ബഗാസുരൻ നിലം പതിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ വിശേഷത്തിലുള്ളത്. എന്തായാലും നമ്മുടെ ബഗനെ ഇഞ്ചപ്പരുവാക്കി കുത്തുന്നത് നമ്മൾ പ്രമോ വിശേഷത്തിൽ കണ്ടതാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കിരണിനെ എങ്ങനെയാണാവോ അയാൾ കിടത്താൻ ഉദ്ദേശിച്ചത്, അതിന്റെ അപ്പുറത്തെ കിടപ്പായിരിക്കും ഇനി ബഗൻ കിടക്കാൻ പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.